ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NCERT ആണ്. NCERT ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്, നന്നായി ക്വസ്റ്റ്യൻ വരുന്നൊരു പാഠഭാഗമാണത്. അതുപോലെ തന്നെ NCERT ജോഗ്രഫി ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. 5 ക്ലാസ്സുകൾ പ്രധാനമായിട്ടും കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളുടെ സോഴ്സസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നോട്ട്സും അതിനെ തന്നിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സും തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ SCERT ക്ലാസ്സുകൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററിയിലൊരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. +1 ആയിരുന്നു, +1 അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്ലസ് ടു ആണ് കേട്ടോ. +2 ചാപ്റ്ററിൻ്റെ പേരെന്താണ്? 15ാമത്തെ ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അറിയാം കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നതും അതുപോലെ തന്നെ പ്രധാനമായിട്ട് വരുന്ന കലാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഈ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം എടുത്തുതരാം കേട്ടോ. നമുക്ക് പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിൻറ്റ്സും ഏതൊരു എക്സാമിനും പഠിച്ചു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ടായിട്ട് തരാം. അതുപോലെ തന്നെ ഇതിലെ കുറച്ച് ടേബിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും പഠിച്ചിട്ട് പോകാം. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. അത്യാവശ്യം സമയം എടുത്തിട്ട് എടുക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഈ ഒരു വീക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ +1 +2 ക്ലാസ്സുകൾ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ബയോളജി, സയൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കേരളം ആധുനികതയിലേക്ക് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം വരുന്നത് കോളനിവൽക്കരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ പിന്നീട് തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലേ. എന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ്. ഏത് ഇയറാണ്? 1792 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1800 എന്താ സംഭവിച്ചത്? മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. നെക്സ്റ്റ് കൊച്ചി നോക്കുകയാണെങ്കിൽ 1791 ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉടമ്പടി വരുന്നുണ്ട്. ഈ ഉടമ്പടിയിൽ കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത്യ രാജ്യമായി. 1791 ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉടമ്പടി വരുന്നുണ്ട്. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത്യ രാജ്യമായത് ഈ 1791 ഉടമ്പടിയിലൂടെയാണ്. 1800 ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. അപ്പോൾ കൊച്ചിയും മലബാറും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നത് 1800. ഇനി തിരുവിതാംകൂറിൽ 1795 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു ഉടമ്പടി നടക്കുന്നുണ്ട്. അത് പ്രകാരമാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത്. അപ്പോൾ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ അല്ലേ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഇനി 1791 കൊച്ചി ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി വരുന്നുണ്ട്. അതായത് ഈ കൊച്ചി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാവാണ് അല്ലേ. പിന്നീട് 1800 കൊച്ചിയും മലബാറും കൂടിയിട്ട് ഈ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലാകുന്നുണ്ട്. 1800 മദ്രാസ് സർക്കാരിൻ്റെ കീഴിലാകുന്നത്. നെക്സ്റ്റ് തിരുവിതാംകൂർ പറഞ്ഞു 1795 ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉടമ്പടി വരുന്നത്. അത് പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയാണ്. തിരുവിതാംകൂർ ഏറ്റവും അവസാനമാണ് ഈ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത്. എന്നാണ്? 1795. 1805 ബ്രിട്ടീഷുകാരുമായിട്ട് വീണ്ടും ഒരു ഉടമ്പടി വരുന്നുണ്ട്. അതിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറി. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറി. അപ്പോൾ 1792, 1791, 92. അപ്പോൾ നമുക്ക് അവിടെ കിട്ടി, കൊച്ചി മലബാറും കിട്ടി അല്ലേ. പിന്നെ 1795 തിരുവിതാംകൂർ അംഗീകരിക്കണമെന്ന്
പഠിച്ചു വയ്ക്കുക. 1800 മദ്രാസിൻ്റെ കീഴിലാകുന്നത് കൊച്ചിയും മലബാറും. എന്നാൽ 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യരാജ്യമായിട്ട് മാറിയത്. ക്ലിയർ ആണല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുരുമുളകിനെ കുറിച്ച് പറയുന്നുണ്ട്, നോക്കാം. കേരളത്തിൻ്റെ ഒരു തദ്ദേശീയ സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. സംഘകാലം മുതൽ ഇത് കൃഷി ചെയ്തിരുന്നതായി സംഘം കൃതികൾ തെളിവ് തരുന്നുണ്ട്. ആദിമകാലത്തെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികളിൽ ഏറ്റവും മൂല്യമേറിയത് കുരുമുളകിൻ്റേതായിരുന്നു. സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിനായി കേരളത്തിൽ ആദ്യം എത്തിയത് അറബികളും ഫിനീഷ്യക്കാരുമാണെന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിൽ സമ്പത്തിൻ്റെയും ധനാഢ്യതയും പ്രതീകമായിട്ടാണ് കുരുമുളകിനെ പരിഗണിച്ചിരുന്നത്. ഇത് യവനപ്രിയ, നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യവനപ്രിയ ഏതാണ്? കുരുമുളകിൻ്റെയാണ് അല്ലേ? യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ വ്യാപാരങ്ങളെ കുറിച്ചിട്ടും ഈ നമ്മുടെ പോർച്ചുഗീസുകാർ വന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂറോപ്യന്മാരുടെ വരവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് തിരുവിതാംകൂർ കൊച്ചി മലബാറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. തിരുവിതാംകൂർ ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാൻ്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തിരുവിതാംകൂറിൽ ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകണമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അതിൽ കുടിയാൻ്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1812 തിരുവിതാംകൂറിൽ നോക്കുകയാണെങ്കിൽ 1812 എന്ത് സംഭവിച്ചു? അടിമത്തം നിരോധിച്ചു. 1812 അടിമത്തം നിരോധിച്ചു. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിക്കുന്നത്. 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു. 5 ജില്ലാ കോടതിയും അതുപോലെ തന്നെ ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് ഒരു നീതിന്യായ രംഗം പരിഷ്കരിച്ചു. നെക്സ്റ്റ് 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തു. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നത്. 1812 അടിമത്തം നിരോധിക്കുന്നത്. ഇനി നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടായിരുന്നു. തലവരിക്കരം, ഊഴിയം, മറ്റു ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു. 1888 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പോൾ ആദ്യത്തെ നിയമനിർമ്മാണ സഭ 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായി. നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകണമായിരുന്നു. അതിൽ കുടിയന്മാരുടെ കൈവശമുള്ള ഭൂമി, അവരുടെ സ്വഭാവം, അതുപോലെ തന്നെ അടയ്ക്കേണ്ട നികുതിയെ കുറിച്ചിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നത്. 1812 അടിമത്തം നിരോധിച്ചു. പിന്നെ 5 ജില്ലാ കോടതിയും ഒരു അപ്പീൽ കോടതിയും വന്നു. നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നിവിടങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടായിരുന്നു. തലവരിക്കരം, ഊഴിയം, മറ്റ് ഫ്യൂഡൽ നികുതികൾ നിരോധിച്ചു. 1888 ആദ്യത്തെ 8 നിയമനിർമ്മാണ സഭ, 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള നിയമനിർമ്മാണ സഭ വന്നു. നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. എന്താണ് ഊഴിയം എന്ന് വെച്ചാൽ? എന്താണ്? വേതനമില്ലാത്ത നിർബന്ധിത അധ്വാനമാണ് ഊഴിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേതനമില്ലാത്ത നിർബന്ധിത അധ്വാനത്തെയാണ് ഊഴിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയെ കുറിച്ചിട്ട്. കൊച്ചിയിലും എന്താണ്? കീഴ്ക്കോടതികളും ഹുജൂർ കോടതിയും സ്ഥാപിക്കപ്പെട്ടു. കൊച്ചിയിൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ കീഴ്ക്കോടതികളും ഹുജൂർ കോടതിയും സ്ഥാപിക്കപ്പെട്ടു. പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. 1745 അടിമത്തം നിരോധിക്കുന്നത്. തിരുവിതാംകൂറിൽ 1812 അടിമത്തം നിരോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ 1845 അടിമത്തം നിർത്തലാക്കുന്നത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ നടപ്പാക്കിയില്ലേ? ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ നടപ്പിലാക്കി. റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. പിന്നെ എന്താണ്? കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസ്സാക്കി. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. അപ്പോൾ കൊച്ചിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? കീഴ്ക്കോടതികളും ഹുജൂർ കോടതിയും സ്ഥാപിച്ചു. 1845 അടിമത്തം നിർത്തലാക്കി. പ്രധാനപ്പെട്ട ദേവസ്വങ്ങളൊക്കെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ നടപ്പിലാക്കി. റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പിന്നെ പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നിവ ആരംഭിച്ചു. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസ്സായി. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. ഇനി നെക്സ്റ്റ് മലബാർ. ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല സ്ഥാപിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധ വ്യഞ്ജനത്തോട്ടം സ്ഥാപിച്ചു. നെയ്ത്തുശാലകളും
ഓട് ഫാക്ടറികളും ആരംഭിച്ചു. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ ബന്ധം സ്ഥാപിച്ചു. നിലമ്പൂരിൽ തേക്ക് തോട്ടം സ്ഥാപിച്ചു. തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. അതിന് എക്സാമ്പിളാണ് കനോലി കനാൽ. പിന്നെ തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മലബാറിൽ? ജില്ലാ പ്രവിശ്യ കോടതികൾ എവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ചരക്കണ്ടിയിലാണെങ്കിൽ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചു. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി റെയിൽ ബന്ധം സ്ഥാപിച്ചു. നിലമ്പൂരിൽ തേക്ക് തോട്ടം സ്ഥാപിച്ചു. തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. അതിന് എക്സാമ്പിളാണ് കനോലി കനാൽ. തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഇനി ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നതാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു SCERT-ൽ സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. 1772 സംക്ഷേപ വേദാർത്ഥം അച്ചടിച്ചിറക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രത്യേകത എന്താണ്? ബെഞ്ചമിൻ ബെയ്ലി എന്താ ചെയ്ത? ഇംഗ്ലീഷ് ടു മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. 1846. ഇനി ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷനിൽ അംഗമായിട്ടുള്ള ഹെർമൻ ഗുണ്ടേട്ടിൻ്റെ പ്രത്യേകത 2 പത്രങ്ങളാണല്ലേ അദ്ദേഹം 2 മലയാളം വർത്തമാന പത്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1847 രാജ്യസമാചാരം, പശ്ചിമോദയം. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടേട്ടാണ്. ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടേട്ടാണ്. അപ്പം സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ്. അത് എന്നായിരുന്നു? 1772 അല്ലേ. പിന്നീട് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് ടു മലയാളം നിഘണ്ടു തയ്യാറാക്കി 1846. പിന്നെ ഹെർമൻ ഗുണ്ടേട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെർമൻ ഗുണ്ടേട്ടാണ് മലയാളത്തിലെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അത് എന്താണ്? പിന്നെ എന്താണ്? 1847 രാജ്യസമാചാരം, പശ്ചിമോദയം എന്ന് പറയുന്ന പത്രങ്ങൾ തുടങ്ങി അല്ലേ. പിന്നീട് ബാക്കി പത്രങ്ങളൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ നമുക്ക് സമയമില്ല കേട്ടോ. കാരണം നമുക്ക് ഇനി എക്സാമിന് അധികം സമയമില്ല. അതുകൊണ്ടാണ് പോയിൻറ്റ് വൈസ് ആയിട്ടുള്ള നോട്ടെങ്കിലും എല്ലാ ഒരു ചാപ്റ്ററിന് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന പോയിൻറ്റ്സെങ്കിലും എത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ വേഗം ഓരോന്നിൻ്റെയും പെട്ടെന്നുള്ള ക്ലാസ്സുകൾ തരുന്നത്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് തരാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് LMSനെയും CMSനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. 1813 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. നമുക്കത് പിന്നെ പഠിക്കാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗൗരി പാർവതി ബായി ആണല്ലേ പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ടുവരുന്ന ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. സൗജന്യവും നിർബന്ധമായിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തിന് തുടക്കമാകുന്നത് തിരുവിതാംകൂറിൽ ഈ ഗൗരി പാർവതി ബായിയുടെ സമയത്താണ്. 1817 അതെന്തായാലും പഠിച്ചു വെച്ചിരിക്കാം. പിന്നീട് നമുക്ക് വരുന്നത് പ്രധാനപ്പെട്ട കലാപങ്ങളാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കലാപങ്ങളെ കുറിച്ചിട്ടും 2-3 പേജ് പാരഗ്രാഫോളം നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം നോക്കി പോകുക. കാര്യം നമുക്ക് അറിയാവുന്ന കലാപങ്ങൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ SCERT ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ NCERT ആകുമ്പോൾ അറിയാമല്ലോ കുറച്ചധികം ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചെടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്കിതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് പഠിക്കാം. ഇവിടെ പഴശ്ശിയെക്കുറിച്ച് ബേബർ പറഞ്ഞത് പറയാനുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ബേബർ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഒരു രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിനുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗ്ഗക്കാരിലും പഴശ്ശി രാജയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോണം. നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം അല്ലേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പിന്നെ തരാം കേട്ടോ. ഇനി ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പുതുയുഗത്തിന് തുടക്കമായി. നാട്ടുമുഖ്യന്മാരും ജനങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കലാപത്തിൽ കൊടിയുയർത്തി. ഈ പ്രസ്ഥാനങ്ങൾക്ക് മലബാറിൽ പഴശ്ശി രാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവരും തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും കൊച്ചിയിൽ പാലിയത്തച്ഛനും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി പഴശ്ശി കലാപം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപം. ഈ കലാപത്തിൻ്റെ വീരപുരുഷനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു അല്ലേ. 1893 മുതൽ 97 വരെയാണ് ആദ്യത്തെ ഘട്ടം വരുന്നത്. 1893-97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം വരുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805
5 വരെയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം കലാപത്തിൻ്റെ പ്രധാന കാരണം. 1792 എന്ന പ്രത്യേകത ശ്രീരംഗപട്ടണ ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കുവാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. അവരുടെ നികുതി നിർണയവും പിരിവും നിഷ്ഠൂരമായിരുന്നു. ഇതിനു പുറമെ പഴശ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്കായിരുന്നു? കറുമ്പ്രനാട് രാജാവിനായിരുന്നു. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്ന് പറയുന്നത് തെറ്റായ നികുതി നയമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൈസൂർ ഭരണാധികാരികളെ തോൽപ്പിക്കുന്നതിനായിട്ട് അവരോടുള്ള മത്സരത്തിനായിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ആര്? പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തുള്ള നികുതി ഫുള്ള് പിരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു വാക്ക് അവർ പാലിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള ആരാണ്? കറുമ്പ്രനാട് രാജാവിനാണ് ഈ ഒരു അധികാരം കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ പ്രതിഷേധിച്ചിട്ടാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർക്കുള്ള നികുതി പിരിവ് തടഞ്ഞുകൊണ്ടാണ് പഴശ്ശി രാജാവ് കലാപത്തിന് തുടക്കം കുറിക്കുന്നത്. മുസ്ലിം നായർ കർഷകരും ഗോത്രക്കാരായ കുറിച്യനും കുറുമ്പരും ഉൾപ്പെടുന്ന പഴശ്ശിയുടെ സൈന്യം കമ്പനിയുടെ സേനയ്ക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. എന്നാണ് പറയുന്നത്. മുസ്ലിം നായർ കർഷകരും ഗോത്രക്കാരായ കുറിച്യരും കുറുമ്പരും ഉൾപ്പെടുന്ന പഴശ്ശിയുടെ സൈന്യം കമ്പനിയുടെ സേനയ്ക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ പഴശ്ശിയുമായി ബ്രിട്ടീഷുകാർ സന്ധിക്ക് തയ്യാറായി. ഇതോടെ കലാപത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. അപ്പോൾ അതിനുശേഷം മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താന് ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിക്കുമ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ബ്രിട്ടീഷുകാരും പഴശ്ശി രാജയും തമ്മിൽ സന്ധി ഏർപ്പെടാണ്. അങ്ങനെ ഒന്നാം കലാപം അവസാനിച്ചു. ഇനി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് 1800 വയനാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കലാപത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് വഴിയൊരുക്കുന്നത്. അതായത് വയനാട് ബ്രിട്ടീഷുകാർ കൈയടക്കാൻ ശ്രമിച്ചതോട് കൂടിയിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത്. 1800 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1805 അവസാനിക്കുന്നത്. 1805 എന്താ സംഭവിച്ചത്? പഴശ്ശിരാജ കൊല്ലപ്പെടാനല്ലേ. ഇനി കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി. തലശ്ശേരിയിലെ കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ കോൽക്കാർ എന്ന പ്രാദേശിക സൈന്യത്തിൻ്റെ സഹായത്തോടെ പഴശ്ശി രാജാവിനെ ആക്രമിച്ചു. അപ്പോൾ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെയാണ് പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൽ കുറേ പേര് വരുന്നുണ്ട് അല്ലേ. നായന്മാരും മാപ്പിളമാരും കർഷകരൊക്കെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അങ്ങനെ തലശ്ശേരിയിലെ കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ എന്ത് ചെയ്തു? കോൽക്കാർ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പഴശ്ശി രാജാവിനെ ആക്രമിക്കുകയാണ്. ഇങ്ങനെ 1805 നവംബർ 30 വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി രാജാവ് കൊല്ലപ്പെട്ടു. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം. നമുക്ക് ചേരുംപടി ചെറുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പഴശ്ശി രാജ തെറ്റിയിട്ടാണ് മാവിലത്തോടാണ് പഴശ്ശി രാജയുടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. ഏതാണ്? മാർത്താണ്ഡവർമ്മയോ അങ്ങനെ ആരോണ് അവിടെ വേറൊരു ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് മരിച്ച സ്ഥലം എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. മാവിലത്തോട് വയനാട്ടിലെ മാവിലത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പഴശ്ശി രാജാവ് വധിക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനാണ്. നമുക്കറിയാം ഈ ഒരു സെയിം ചാപ്റ്റർ ഇതുപോലെ തന്നെയാണല്ലേ. ഫസ്റ്റ് സെയിം ഇതുപോലെ എന്താ പറയുക ഇതേ തുടർച്ച പോലെ തന്നെയാണ് നമുക്ക് 10ാം ക്ലാസ്സിലെ പഴയ SCERTയിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിലും എന്താണ് ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ് അവിടെയും പറയുന്നത്. പിന്നെ NCERT ആകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് വന്നു മാത്രം. സെയിം കണ്ടന്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പഴശ്ശി രാജയുടെ ശവകുടീരം നമുക്ക് മാനന്തവാടിയിൽ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും നോക്കാം. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും റെസിഡൻ്റായി നിയമിതരായ മെക്കാളെ ആഭ്യന്തര ഭരണ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ തുടങ്ങിയതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും പ്രേരിപ്പിച്ചത്. എന്താ പറയുന്നത്? തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും റെസിഡൻ്റായിട്ട് നിയമിതരായിട്ടുള്ള മെക്കാളെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ അല്ലേ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ വേലുത്തമ്പിയും പാലിയത്തച്ഛനൊക്കെ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക വിഷമതകൾ പരിഗണിക്കാതെ കമ്പനിക്ക് നൽകുവാനുള്ള കപ്പം ഉടൻ അടച്ചു തീർക്കണമെന്ന് മെക്കാളെ വാശി പിടിച്ചു. അപ്പോൾ സാമ്പത്തിക വിഷമതകളൊന്നും നോക്കാതെ തന്നെ പറയുകയാണ് ഈ ഒരു കൊടുക്കാനുള്ള കപ്പം എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ കൂടാതെ ഭാരിച്ച നികുതി കുടിശ്ശിക വരുത്തിവെച്ച
മാത്തൂ തരകൻ്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള വേലുത്തമ്പി ദളവയുടെ ഉത്തരവ് മെക്കാളെ റദ്ദാക്കിയതും കലാപത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഭാരിച്ച നികുതി കുടിശ്ശിക വരുത്തി വെച്ചിട്ടുള്ള മാത്തു തുരകൻ്റെ സ്വത്തിൽ, അതായത് ഈ ഒരു സംഭവം, ഈ സ്വത്ത് കണ്ടുകെട്ടാനുള്ള വേലുത്തമ്പി ദളവയുടെ ഉത്തരവുണ്ടായിരുന്നു, അത് മെക്കാളെ റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മെക്കാളെയുമായി ശത്രുത വെച്ച് പുലർത്തിയിരുന്ന കൊച്ചിയിലെ പാലിയത്തച്ഛനുമായി വേലുത്തമ്പി ഒരു രഹസ്യ ധാരണയിലേക്ക് എത്തുന്നുണ്ട്. മെക്കാളെയുമായിട്ട് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അപ്പോൾ കൊച്ചിയുടെ ശത്രുക്കൾ, പാലിയത്തച്ഛൻ്റെ ശത്രുക്കളാണ് ആരെന്ന് അറിയുന്നത്? മെക്കാളെ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ കൊച്ചിയിലെ പാലിയത്തച്ഛനുമായിട്ട് വേലുത്തമ്പി ഒരു രഹസ്യ ധാരണയിലേക്ക് എത്താണ്. മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുടെ സഹായവും വേലുത്തമ്പി തേടുകയുണ്ടായി. അങ്ങനെ വേലുത്തമ്പി വേറെ ആരുടെ സഹായം നേടിയിട്ടുണ്ട്? മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുടെ സഹായം നേടിയിട്ടുണ്ട്. വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം 1808 മെക്കാളയുടെ കൊച്ചിയിലെ വസതിക്ക് നേരെ ആക്രമണം നടത്തി. പക്ഷേ ഈ ആക്രമണത്തിൽ നിന്നും മെക്കാളെ രക്ഷപ്പെട്ടു. അപ്പോൾ എന്താ പറയുന്നത്? പിന്നീട് 1808 ഇങ്ങനെ കുറേ പേര് സഹായിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ കൊച്ചിയിൽ മെക്കാളയുടെ വസതി എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ ഈ കൊച്ചിയിലെ വസതിക്ക് നേരെ ആക്രമണം 1808 നടത്തുന്നത്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണോ രക്ഷപ്പെടുന്നുണ്ട് അല്ലേ, എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട്. ഇനി കലാപം നടന്നുകൊണ്ടിരിക്കെ കുണ്ടറയിലെത്തിയ വേലുത്തമ്പി അവിടെ വെച്ച് 1809 ജനുവരിയിൽ ഒരു വിളംബരം നടത്തി. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുണ്ടറയിൽ എത്തുന്നുണ്ട് വേലുത്തമ്പിയിൽ 1809 ജനുവരിയിൽ എത്തുന്നുണ്ട്. ആ സമയത്ത് ഒരു വിളംബരം നടത്തുന്നുണ്ട്. ഇതിനെയാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? ഈ കുണ്ടറ വിളംബരത്തിൽ നോക്കാം. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഈ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. വേലുത്തമ്പി ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിനായിട്ട് അവരോട് ഒരു ആഹ്വാനം നടത്താണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. കുണ്ടറ വിളംബരവും കർഷകരും. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത്. യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം. ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം ഭൂമിയുടെയും കൃഷിയുടെയും മേലുള്ള കൊളോണിയൽ ചൂഷണത്തെ സംബന്ധിച്ച ദീർഘവീക്ഷണപരമായ കാഴ്ചപ്പാടാണ്. കർഷകരുടെ പിന്തുണ ലഭിക്കുന്നതിനായി അദ്ദേഹം വിളംബരത്തിൽ പരാമർശിച്ചൊരു പ്രധാന കാര്യമായിരുന്നു ഇത്. ഇങ്ങനെ ഈ വിപ്ലവത്തിന് വിദേശാധിപത്യത്തിനെതിരായ കർഷക കലാപത്തിൻ്റെ ചില സവിശേഷതകളുണ്ടായിരുന്നു. ഈ വിളംബരത്തിന് ശേഷമുള്ള 60 വർഷ കാലഘട്ടത്തിനുള്ളിൽ യൂറോപ്യൻ മുതലാളിമാർ ഉയർന്ന മലപ്രദേശങ്ങളിലെ ഉപയോഗശൂന്യമായ വിശാലമായ ഭൂപ്രദേശം ചൂഷണം ചെയ്യുകയും കർഷകരെ ഭൂരഹിതരായ കർഷക തൊഴിലാളികളായിട്ട് അധപതിപ്പിക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിൽ കാർഷിക മുതലാളിത്തത്തിൻ്റെ ആവിർഭാവത്തിനും വളരെ മുമ്പ് കോളനി വാഴ്ചയുടെ ഈ പ്രത്യേക പ്രതിഭാസം തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എത്രയാണ് നമുക്ക് ഇവിടെ എന്നതിനെ കുറിച്ച് പഠിക്കാനുള്ളത്? കുണ്ടറ വിളംബരത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി. പക്ഷേ ബ്രിട്ടീഷുകാരെ ഏതാക്രമിക്കാണ്? കൊച്ചി ആക്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പാലിയത്തച്ഛൻ അതിൽ നിന്നും പിന്മാറാണ്. ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയ തിരുവിതാംകൂർ രാജാവ് വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും വേലുത്തമ്പിയെ പിടികൂടാൻ ഉത്തരവിടുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടുള്ള ഈ രാജാവ്, തിരുവിതാംകൂർ രാജാവായുള്ള വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അതുപോലെ തന്നെ വേലുത്തമ്പിയെ പിടികൂടാൻ ഉത്തരവിടുകയും ചെയ്യാണ്. അങ്ങനെ വേലുത്തമ്പി മണ്ണടിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. തിരുവിതാംകൂർ ബ്രിട്ടീഷ് സൈനികൾ വിട്ടുവളഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതും ചോദിച്ചു അല്ലേ, കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നോക്കുകയാണെന്ന് കാണാം. ഈ 2 ക്വസ്റ്റ്യനും തെറ്റായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേലുത്തമ്പി മണ്ണടിയിലാണ് അല്ലേ, വേലുത്തമ്പി മണ്ണടിയിലാണ് മരണം അല്ലേ വരുന്നത്. കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? പരസ്പര ബന്ധമില്ലാതെ ചോദിച്ചിട്ടുണ്ട്. മാവിലത്തോട് വേലുത്തമ്പി ദളവ. നമ്മൾ പറഞ്ഞു മാവിലത്തോട് പഴശ്ശിരാജയാണ്. മണ്ണറ ആരാണ്? മണ്ണടി ആരാണ്? വേലുത്തമ്പി ദളവയാണ് അല്ലേ. മണ്ണടി വേലുത്തമ്പി ദളവയാണ്. ഇനി നെക്സ്റ്റ് കുറിച്യ കലാപം. 1812 വയനാട്ടിലെ ഗോത്രവർഗമായ കുറിച്യരും കുറുമ്പരും രാമനമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചു. അപ്പോൾ കുറിച്യ കലാപം നടക്കുന്നത് 1812 നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ് അല്ലേ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട് കടത്തുക എന്ന് പറയുന്ന ആശയമാണ് അല്ലേ. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട് കടത്തുക എന്നാണ്. ഇനി പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും
തുണ്ട് ഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത്. അപ്പോൾ പഴശ്ശി കലാപത്തിൽ കുറിച്യരും കുറുമ്പരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? കുറിച്യരുടെയും കുറുമ്പരുടെയും ഭൂമികൾ പിടിച്ചെടുക്കുകയാണ്. കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതുമാണ് ഈ കലാപത്തിന് കാരണമായത്. അപ്പോൾ ഈ കുറിച്യ കലാപത്തിന് കാരണമാകാൻ പ്രധാനമുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ബ്രിട്ടീഷുകാർ പഴശ്ശി സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ കുറിച്യരും കുറുമ്പരും, അതൊന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വെട്ടിച്ചൂട്ട് കൃഷി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഗോത്രവർഗ്ഗക്കാർ ചെയ്തിരുന്ന കൃഷിയാണ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരോട് സാധനത്തിന് പകരം എന്ത് നൽകണം? പണം തന്നെ നികുതിയായിട്ട് നൽകണമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഈ ഒരു കലാപത്തിലേക്ക് നയിക്കുന്നത്. പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത ആരാണ്? രാമനമ്പിയാണ്. 1712 കുറിച്യ കലാപം നടക്കുന്നത്. വട്ടത്തൊപ്പിക്കാരെ നാട് കടത്തുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 1712 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തി. കുറിച്യ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നെങ്കിലും കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതമനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ പിന്തുണച്ചു. നെക്സ്റ്റ് വരുന്നത് മാപ്പിള കലാപങ്ങളാണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ട കലാപങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് 19ാം നൂറ്റാണ്ടിലെ മലബാർ സാക്ഷ്യം വഹിച്ചു. ഇത്തരം 50-ലധികം കലാപങ്ങൾ ദക്ഷിണ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോഗൻ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായെന്ന് റിപ്പോർട്ട് ചെയ്തു. അവസാനം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിൻ്റെയും പരിഷ്കരണ നടപടികളുടെയും ഫലമായി കലാപങ്ങൾ അവസാനിച്ചു. ഈ കലാപങ്ങളുടെ ഒരു തുടർച്ചയെന്നാണ് 1921 കലാപം അരങ്ങേറിയത്. അപ്പോൾ മാപ്പിള കലാപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? മാപ്പിള കലാപങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മലബാർ കലാപം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 1921 മലബാർ കലാപം നടക്കുന്നത്. അതിന് മുമ്പായിട്ട് കുറച്ച് കലാപങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെറിയ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു? മലബാറിലെ കാർഷിക പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങളെന്ന് അന്വേഷിക്കുന്നതിനായിട്ട് ഒരു കമ്മീഷൻ വരാണ്. അതാണ് വില്യം ലോഗൻ കമ്മീഷൻ അല്ലേ. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് തുടക്കത്തിൽ 1800 സംതിങ് ഏതോ ഒരു വർഷത്തിലാണ് സ്ട്രാഞ്ചി കമ്മീഷൻ വരുന്നത്. സ്ട്രാഞ്ചി കമ്മീഷൻ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ വില്യം ലോഗൻ കമ്മീഷൻ തന്നെയാണ്. നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നത് വില്യം ലോഗൻ്റെ തന്നെയാണ്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അങ്ങനെ വില്യം ലോഗൻ കമ്മീഷൻ പറയാണ് ഇവരുടെ അസംതൃപ്തിക്ക് കാരണം എന്താണ്? തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമുണ്ടായി ദാരിദ്ര്യമാണെന്ന് കണ്ടെത്താണ്. അങ്ങനെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിൻ്റെയും പരിഷ്കരണ നടപടികളുടെയും ഫലമായിട്ടാണ് കലാപങ്ങൾ അവസാനിക്കുന്നത്. പിന്നീടാണ് ഇതിൻ്റെ തുടർച്ചയെന്നാണ് 1921 മലബാർ കലാപമൊക്കെ നടക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളല്ല, നവോത്ഥാനം കേട്ടോ. നവോത്ഥാനം നമുക്കറിയാം. നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആദ്യം വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ് അല്ലേ. റിപ്പീറ്റഡ് ആണ്. ഞാനെല്ലാം റിപ്പീറ്റഡ് ആണെന്ന് പറയുന്നില്ല. ഈ പഠിക്കേണ്ടതെല്ലാം റിപ്പീറ്റഡ് ആണ്. ഞാനെല്ലാം ഇത് വായിച്ചതിന് ശേഷം റിപ്പീറ്റഡ് ആണെന്ന് പറയുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൂടി പഠിക്കാം. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. 1836 അല്ലേ. ഇനി പ്രസിദ്ധീകരണങ്ങൾ ഏതാണ്? അഖിലത്തിരട്ടും അരുൾനൂലും. അരുൾനൂൽ നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമത്വ സമാജം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിലത്തിരട്ട്, അരുൾനൂൽ എന്നിവ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ്. നെക്സ്റ്റ് പരിഷ്കാരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു. അയ്യാവഴി എന്ന് പറയുന്നതാണ് ദാർശനിക വ്യവസ്ഥ. ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അയ്യാവഴിയാണ്. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളല്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടത് വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? തിരട്ടും അരുൾനൂലാണ്. നമുക്ക് പ്രധാനമായിട്ടും വേറെയും കുറച്ച് പ്രസിദ്ധീകരണങ്ങളാണെന്നുണ്ടെങ്കിലും അല്ല, ഈ ഒരു പോയിൻറ്റ്സൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ PSCക്കായിട്ട്. പക്ഷേ നമുക്കിത് പ്രധാനമായിട്ടും ഏത് നവോത്ഥാനം പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം എന്തായാലും വിട്ട് കളയാത്തൊരു ഭാഗം ഉണ്ടോ.
അപ്പോൾ എന്താണ് പ്രസിദ്ധീകരണങ്ങൾ നോക്കുകയാണെങ്കിൽ അഖിലത്തിരട്ടും മരുൾനൂലുമാണ്. പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ദാർശനികതയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ് അല്ലേ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ്. പ്രധാനമായിട്ടും ഉള്ള പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ് ഇതൊക്കെ. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ചരി. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ദർശനമാല, നവമഞ്ചരി. ഇനി പരിഷ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്തോരം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ ഒരു വിട്ടിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. SCRTയിൽ നിന്നായിരുന്നു ആ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആത്മോപദേശ ശതകമാണോ ദൈവദശകം? ആത്മോപദേശ ശതകത്തിൽ നിന്നാണ് അല്ലേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വരികൾ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗം, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിൽ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ കാര്യം നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. നോക്കി നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏത്? 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശരിയാണോ? ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം മാതൃഭാഷ, അത് തെറ്റാണ്. ഇനി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. ശരിയാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പൈശിക ലാഭവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കിയേ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, അതുപോലെ തന്നെ വയനാട് കൈയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം എന്നിവയാണല്ലേ ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്തായിരുന്നു? വയനാട് കൈയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമാണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വരി തന്നിട്ടാണ്. ആഴമേറും നിൻ മഹസാമിഴിയിൽ ഞങ്ങൾ ആകവെയാണ്. നമ്മൾ SCRTയിൽ നിന്ന് ഡയറക്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഏതായിരുന്നു വരുന്നത്? കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. നമ്മളൊരു PSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കണക്റ്റഡ് ഫാക്ട്സ് അടക്കം ക്ലാസ് എടുത്തുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാൻ നന്നായിട്ട് നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനമായിട്ടും ഈ 3 കൃതികളും എപ്പോഴും ചോദിക്കുന്ന കൃതികളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നവോത്ഥാന നായകന്മാർക്കും കുറേ കൃതികളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും PSC. പക്ഷെ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും, അതായത് എന്തായാലും ഒരു PSC സ്റ്റുഡൻറ്റ് എന്തായാലും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഇതട്ട്. അപ്പോൾ എന്തായാലും വിട്ട് കളയരുതെന്നാണ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ഈ 3 പഠിച്ചു വെച്ചിരിക്കാം. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹികാചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകി. വേദങ്ങളിൽ ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന യോഗമാണ്. സാധുജന പരിപാലന യോഗം ആരുടേതാണ്? അയ്യങ്കാളിയുടേതാണ്. ഇനി പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്ന് കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ടു. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായ കല്ലുമാല സമരം സംഘടിപ്പിച്ചു. അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും പോരാടിയിട്ടുണ്ടായിരുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പോരാടി. അതുപോലെ തന്നെ തൊഴിലാളി സമരം നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ തൊഴിലാളി സമരം നയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഊരുട്ടമ്പള ലഹള, അതുപോലെ തന്നെ ഇതാണ് കല്ലുമാല സമരം ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടതാണ്, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. കല്ലുമാല സമരം എന്ന് വെച്ചാൽ എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾക്കെതിരെയായിട്ടാണ് അദ്ദേഹം കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. ഇനി നെക്സ്റ്റ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രസ്ഥാനം ഏതാണ്?
തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനം. ഏതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇനി പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സ്വദേശാഭിമാനി അൽ ഇസ്ലാം. ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ചോദിക്കാറുണ്ട്. ആരാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് അല്ലേ. എപ്പോഴും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നാണ് 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. വക്കം അബ്ദുൽ ഖാദർ, അതായത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനും ചോദിച്ചിട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി തരും. അടുത്ത ഓപ്ഷൻ എന്തായിരിക്കും? കെ രാമകൃഷ്ണ പിള്ളയായിരിക്കും. അപ്പോൾ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? സി ഗോവിന്ദപിള്ളയായിരുന്നു. എന്നാൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ നാട് കടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് കാരണം അദ്ദേഹത്തെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഈ സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അൽ ഇസ്ലാം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് അൽ ഇസ്ലാം. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്? അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ സ്വദേശാഭിമാനി അൽ ഇസ്ലാം ആരുടേതാണ് വരുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. സ്വദേശാഭിമാനി പത്രമാണ് അൽ ഇസ്ലാം, അറബി മലയാളം മാസികയാണ്. ഇനി പരിഷ്കാരങ്ങൾ. ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ചു. നെക്സ്റ്റ് വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനം എന്താണ്? ആത്മവിദ്യാസംഘം അല്ലേ. ആത്മവിദ്യാസംഘം റിപ്പീറ്റഡ് ആണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം. അഭിനവ കേരളം കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രസിദ്ധീകരണമായിരുന്നു അഭിനവ കേരളം. ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നൊരു പത്രികയാണ്. അപ്പോൾ അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം അവരുടേതാണ്, വാഗ്ഭടാനന്ദൻ്റെതാണ്. ഇനി പരിഷ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയെയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. പ്രസിദ്ധീകരണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അഭിനവ കേരളവും ആത്മവിദ്യാ കാഹളവുമാണ്. അഭിനവ കേരളം ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട മാസികയാണ്. ഇനി നെക്സ്റ്റ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മാനുതാപം റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ അല്ലെ, ചാവറയച്ചൻ്റേതാണ് ആത്മാനുതാപം. ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നാലാഗമങ്ങൾ എന്നിവ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നാലാഗമങ്ങൾ. ഇനി പരിഷ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 1846 കോട്ടയത്തെ മന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. 1846 കോട്ടയത്തെ മന്നാനത്താണ് ആദ്യമായിട്ടൊരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത്. അപ്പോൾ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നാലാഗമങ്ങൾ എന്നിവയാണ്. പരിഷ്കാരങ്ങൾ എന്നാണ്? മധ്യ കേരളത്തിന് അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായിട്ട് അനാഥാലയങ്ങൾ, വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ സംസ്കൃത വിദ്യാലയം 1846 കോട്ടയത്ത് മന്നാനത്തും സ്ഥാപിച്ചു. നെക്സ്റ്റ് വി.ടി. ഭട്ടതിരിപ്പാട്. ടി ഭട്ടതിരിപ്പാടിനെ എപ്പോഴും ചോദിക്കുന്ന ഒരു നാടകം ഇതാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ്. അതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ നാടകമാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ്. നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളിൽ നിന്നിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തുകാരൻ തന്നെയാണ് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടകം അവരുടേതാണ്, വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ഇത്രയുമാണ് നമുക്ക് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു ഹിസ്റ്ററിയിൽ വരുന്ന കേരള ഹിസ്റ്ററിയിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇനിയും ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇവർ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഡിസ്കസ് ചെയ്തതിന് എന്തൊക്കെയായിരുന്നു ചർച്ച വിഷയങ്ങളായിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം. ജാതി വിലക്കുകളുടെ ഉച്ചാടനം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, അധ്വാന വർഗത്തിൻ്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കൽ. എല്ലാ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണിത്. ജാതി വിലക്കുകളുടെ ഉച്ചാടനം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, അധ്വാന വർഗത്തിൻ്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും,
പൊതു ഇടങ്ങൾ എല്ലാ പേർക്കും ഉറപ്പാക്കൽ. ഇനി ഒരു ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടം. അവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ചാന്നാർ കലാപം, വൈക്കം സത്യാഗ്രഹം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ. 19ാം നൂറ്റാണ്ടിലെ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അസമത്വത്തിനും സാക്ഷ്യം വഹിച്ചു. ഫ്യൂഡൽ നാടുവാഴികളുടെ അടിച്ചമർത്തൽ ഭരണവും സവർണ ഹിന്ദുക്കൾ ആധിപത്യം സ്ഥാപിച്ച ജാതി വ്യവസ്ഥയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കി. പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന സമയത്തും വിവാഹം, ഗർഭം, മരണം തുടങ്ങിയ അവസരങ്ങളിലും യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമായ ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെട്ടിരുന്നു. കേരളത്തിലുടനീളം നിലനിന്ന മറ്റൊരു ചൂഷണ വ്യവസ്ഥ അടിമത്തമായിരുന്നു. ഈ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെയായിട്ടാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ 19-20 നൂറ്റാണ്ടുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെ നമുക്ക് ചെറിയൊരു നോട്ട് പോലെ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടം. ചാന്നാർ കലാപം. നമുക്കറിയാം ചാന്നാർ കലാപം നടക്കുന്നത് 1859 എന്നാൽ അതിനു മുമ്പും 1822 ചാന്നാർ കലാപം തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു എന്നും അറിഞ്ഞു വെച്ചിരിക്കാം. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമായിരുന്നു ചാന്നാർ ലഹള. ഈ പ്രക്ഷോഭം അരങ്ങേറിയത് തെക്കേ തിരുവിതാംകൂറിലാണ്. അപ്പോൾ ചാന്നാർ ലഹള എവിടെയാണ്? തെക്കേ തിരുവിതാംകൂറിലാണ് തുടങ്ങിയത്. ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേണൽ മൺറോ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിടങ്ങളിൽ കുപ്പായം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട സ്ത്രീകളെ സവർണ ഹിന്ദുക്കൾ ആക്രമിച്ചു. ചാന്നാർ സ്ത്രീകൾ പ്രത്യാക്രമണവും നടത്തി. എന്നാ പറയുന്നത്, ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കുന്നതിനുള്ളൊരു അവകാശം ആര് കൊടുക്കാണ്? ഒരു ഉത്തരവ് ആര് പുറപ്പെടുവിക്കുകയാണ്? കേണൽ മൺറോ പുറപ്പെടുവിക്കുകയാണ്. ഇതിനെതിരായിട്ട് സവർണ സ്ത്രീകൾ ഈ ഹിന്ദുക്കളൊക്കെ ഇവരെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ചാന്നാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. 1859 ജൂലൈ 26 വസ്ത്രധാരണത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കി ഗവൺമെൻറ് ഒരു രാജകീയ വിളംബരം പുറത്തിറക്കി. 1859 ജൂലൈ 26. നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മുതൽ 25 വരെയാണെന്ന് പറയാം അല്ലേ. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു 1924-25 പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്ന് പറയുന്നതാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ എന്നിവരാണ്. ടി.കെ. മാധവൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരാണ്. ഈ സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജാഥയാണ് സവർണ ജാഥ അല്ലെ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അതുപോലെ തന്നെ സവർണ ജാഥ നടത്തിയതാരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയത്. ബാക്കി അംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ എന്നിവരുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ സമരം വിജയകരമായി അവസാനിച്ചു. ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകൾ ജാതി വ്യത്യാസമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തുകൊണ്ട് ഗവർണറിൻ്റെ ഒരു ഉത്തരവ് പുറത്തിറക്കി. ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറത്തിറക്കി. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്നാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ അയിത്തോച്ചാടന പ്രക്ഷോഭമായിരുന്നു എന്ന് പഠിച്ചു. അതുപോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള അവർണർക്ക് ഈ റോഡിൽ പൊതു നിരത്തുകളിൽ നടക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അത് നേടിയെടുക്കുമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയത്. കെ.പി. കേശവമേനോനും സി.വി. കുഞ്ഞിരാമനും മന്നത്ത് പത്മനാഭനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 സമയത്താണ്. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഈറഗന്ധ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം ഇപ്പോൾ വീണ്ടും PSC ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 സമയത്താണ്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, A.K.G, P.K. കൃഷ്ണപിള്ള തുടങ്ങിയവയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, A.K.G, P. കൃഷ്ണപിള്ള, A.K. ഗോപാലൻ, P.K. കൃഷ്ണപിള്ള എന്നിവരാണ്.
ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ ഒരു അനിശ്ചിതകാലം നിരാഹാരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം 1932 ഒക്ടോബർ 2-ാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി ഇടപെട്ടിട്ടാണ് നിരാഹാര സത്യാഗ്രഹം, അതായത് ഇതിനൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത്. നിരാഹാര സത്യാഗ്രഹം തുടങ്ങാൻ പറയുന്നതും നിരാഹാര സത്യാഗ്രഹം അവസാനിക്കാൻ പറയുന്നതൊക്കെ ആര് തന്നെയാണ്? ഗാന്ധിജിയാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യാണ്? ഈ ഒരു സമരം വേണ്ട എന്ന് പറയുകയാണ് അല്ലേ. അങ്ങനെ സത്യാഗ്രഹം അവസാനിക്കുകയാണ്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ജനഹിത പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ, ജനഹിത പരിശോധനയിലൂടെ കൂട്ടിച്ചേർത്തതൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനഹിത പരിശോധന നടത്തി എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കാം. പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ജനഹിത പരിശോധന നടത്തി. ജനങ്ങളിൽ ഭൂരിഭാഗവും അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടുവെങ്കിലും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ കാലാവസ്ഥയും അഭിപ്രായവും സൃഷ്ടിക്കുന്നതിന് അത് സഹായകരമായി. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12-ന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചതെന്നാണ് 1936 നവംബർ 12-നാണ്. ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ഇത് പ്രകാരം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഈ വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. നെക്സ്റ്റ് പാലയം സത്യാഗ്രഹം. പാലയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു. കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണരുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ ഒരു സമരം വരുന്നത്. ആ ഒരു സമയത്തും ഇതേ ഒരു ഇഷ്യൂ തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് എന്താണ്, ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്തൊന്നും അവർണർക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. അപ്പോൾ എന്താണ്, കൊച്ചിയിലെ മുൻ മുഖ്യനായിട്ടുള്ള പാലിയത്തച്ഛൻ്റെ വീടിൻ്റെ വസതിയിലൊന്നും അവർണർക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെതിരെയായിരുന്നു ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാലയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലയം കുടുംബത്തെ നിർബന്ധിക്കുന്നതിനായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായ ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സി കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം 1947 ഡിസംബർ 4-ന് ആരംഭിച്ചു. അപ്പോൾ പാലയം സത്യാഗ്രഹം ആരംഭിക്കുന്നതാണ് 1947 ഡിസംബർ 4-നാണ് ആരംഭിക്കുന്നത്. എവിടെയാണ്? ആരാണ് നേതൃത്വം നൽകിയത്? സി കേശവനാണ്. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. അപ്പം AG വേലായുധനാണ് ഇവിടെ മരണപ്പെടുന്നത് അല്ലേ. ഇനി 1948 ഏപ്രിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാലയം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു ചാപ്റ്ററിൽ കൂടെ പറഞ്ഞുതരാം. ദേശീയ പ്രസ്ഥാനം നമുക്കറിയാം. INC അംഗമായിരുന്ന അല്ലെങ്കിൽ INCയുടെ പ്രസിഡൻ്റായിട്ടുള്ള അധ്യക്ഷയായിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിക്കുകയാണെങ്കിൽ ആരായിരുന്നു? C ശങ്കരൻ നായരാണ് അല്ലേ. 1897 അമരാവതി സമ്മേളനത്തിലാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ദുർബലമായിരുന്നു. C ശങ്കരൻ നായർ, GP പിള്ള എന്നിവരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാലത്തെ പ്രമുഖ നേതാക്കൾ. 1897 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? C ശങ്കരൻ നായരായിരുന്നു. ദേശീയ പ്രസ്ഥാനം കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉള്ളതിനേക്കാൾ മലബാറിൽ ശക്തമായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. കൊച്ചിയും തിരുവിതാംകൂറും രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളുമായിരുന്നു എന്നതാണ് ഇതിന് കാരണം. നെക്സ്റ്റ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മലബാറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. കൊച്ചിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കാം. 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം. നെക്സ്റ്റ് 1936 തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കുന്നതിനുള്ള ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരായി തൃശ്ശൂരിൽ നടന്ന വൈദ്യുതി പ്രക്ഷോഭമാണ് 1936 പ്രക്ഷോഭം. 1936 വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂരിലാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരായിട്ടാണ് ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത് കൊച്ചിയിലെ കാര്യമാണ് പറയുന്നത്. 1942 പ്രജാമണ്ഡലത്തിൻ്റെയും നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം
അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നത് പ്രജാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ. 1946 കൊച്ചിയിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രജാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 1946 ഇത് നടക്കുന്നുണ്ട്, പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പിന്നെ 1948 എന്ത് വരുന്നത്, പ്രജാമണ്ഡല മന്ത്രിസഭ വരുന്നതിലെ ഈ ഇക്കണ്ട വാര്യരാണ് പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ വന്നു. പ്രജാമണ്ഡലം ഔപചാരികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലയിച്ചിട്ടുള്ളതും 1948 തന്നെയാണ്. ഇനി 1930 കൊച്ചിയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1941 വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വന്നു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം വരുന്നത് 1941 വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിലാണ്. അപ്പോൾ കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1921 നിസ്സഹകരണ പ്രസ്ഥാനം കൊച്ചിയിൽ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. 1936 തൃശ്ശൂരിലെ ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നുണ്ട്. 1942 എന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1946 ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം. 1948 കൊച്ചി പ്രജാമണ്ഡലം സ്ഥാപിച്ചു അല്ലേ, സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ വന്നു അല്ലേ. ആരാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്, ആരാണ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത്, ആരാണ് ഇക്കണ്ട വാര്യരാണ്. പിന്നീട് 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1941 വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നു. നെക്സ്റ്റ് മലബാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1920 കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 1920 നടക്കുന്നത് നിസ്സഹകരണ സമരം നടക്കുന്നത്. അപ്പോൾ ഓരോ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ മേഖലകൾ എപ്പോഴാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം നമുക്കറിയാം 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ വരുന്നത്. അതിന് ഫലമായിട്ട് കേരളത്തിൽ 1920 അല്ലേ ഖിലാഫത്ത് പ്രസ്ഥാനം. പിന്നെ എന്താണ് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം എന്നിവയൊക്കെ എന്താണ് മലബാറിൽ നടന്നതാണ്. ഇനി 1921 എന്തായിരുന്നു, അഖില കേരള പ്രവിശ്യ സമ്മേളനമായിരുന്നു അല്ലേ, KPCC സമ്മേളനം അല്ലേ. ടി പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് വെച്ച് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം ടി പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിലാണ് ആദ്യമായിട്ട് അഖില കേരള പ്രവിശ്യ സമ്മേളനം നടക്കുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. എവിടെയാണ്, ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. വാരയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനുമെതിരായ മലബാർ കലാപം. 90 മാപ്പിള കലാപകാരിൽ 61 പേര് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയി അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണപ്പെട്ടു. ഇത് വാഗൺ ദുരന്തം എന്നറിയപ്പെടുന്നു. അതായത് 1921 മലബാർ കലാപം നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ളതായിരുന്നു ആലി കോയ തങ്ങളും ആലി മുസ്ലിയാറും കുഞ്ഞഹമ്മദ് ഹാജിയും സീതി കോയ തങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് വാഗൺ ദുരന്തം വരുന്നത് അല്ലേ, വാഗൺ ട്രാജഡി വരുന്നത്. വാഗൺ ട്രാജഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു, തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്നുണ്ടായിരുന്ന ഈ കലാപകാരികളെ ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സംഭവമാണ് അതെന്ന് പറയുന്നത്. ഇനി 1930 എന്തായിരുന്നു, ഉപ്പ് സത്യാഗ്രഹമാണ് അല്ലേ. കെ കേളപ്പനാണ്, നമുക്കറിയാം കെ കേളപ്പനാണ്. കേരളത്തിൽ ചോദിക്കുകയാണെങ്കിൽ പയ്യന്നൂർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്, കെ കേളപ്പനാണ്. ഇനി കോഴിക്കോട് ചോദിക്കുകയാണെങ്കിൽ ആരാണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, പി കൃഷ്ണപിള്ള, RV ശർമ്മ തുടങ്ങിയവർ നയിച്ച ഉപ്പ് സത്യാഗ്രഹം. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, പി കൃഷ്ണപിള്ള, RV ശർമ്മ തുടങ്ങിയവർ നയിച്ച ഉപ്പ് സത്യാഗ്രഹം. ഇനി 1936 AKGയുടെ പട്ടിണി ജാഥ അല്ലേ, കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ AK ഗോപാലിൻ്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും കീഴരിയൂർ ബോംബ് കേസും. നെക്സ്റ്റ് പൂക്കോട്ടൂർ യുദ്ധം. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഇയർ തന്നിട്ട് അല്ലേ, ഇയർ കറക്റ്റായിട്ട് കാലഘടനാ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് പൂക്കോട്ടൂർ കലാപം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നതാണ് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ, നോക്കാം. മലബാർ കലാപകാലത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റിൽ പൂക്കോട്ടൂരിലായിരുന്നു. അപ്പോൾ പൂക്കോട്ടൂർ കലാപത്തിന് ശേഷമാണ് മലബാർ കലാപം നടക്കുന്നത്. ഏകദേശം 3000 കലാപകാരികൾ ഇതിൽ പങ്കെടുത്തു. ഈ കലാപം വളരെ ശക്തമായതിനാൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന തോമസ് കലാപത്തെ അടിച്ചമർത്താൻ കൂടുതൽ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോമസ് എന്ന യുദ്ധക്കപ്പലിന് കോഴിക്കോട് തുറമുഖത്തെത്താൻ ആവശ്യമായ ഏർപ്പാടുകളും ചെയ്തു. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്തത്. 100 കണക്കിന് കലാപകാരികൾ ഇതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം 1921 നടക്കണമെന്ന് പഠിച്ചു വെച്ചിരിക്കാം. മലബാർ കലാപത്തിന് മുമ്പായിട്ട് വരുന്നതാണ് ഈ പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. കോമസ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിന് കോഴിക്കോട് തുറമുഖത്തെത്താൻ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് തിരുവിതാംകൂറിൽ
1927 ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. 1932 പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇതാണ് നിവർത്തന പ്രക്ഷോഭം അല്ലേ. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സി കേശവനാണ്. സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞി എന്നിവരാണ്. അപ്പോൾ സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിക്കപ്പെട്ടത്. ഇനി 1929 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം. 1929 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം. 1938 ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം എ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് എന്നാണ് 1938. രാജ്യമൊട്ടാകെ സിവിൽ നിയമലംഘന സമരം നടന്നു. അക്കമ്മ ചെറിയാൻ നയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിൽ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അക്കമ്മ ചെറിയാൻ നയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിൽ വമ്പിച്ച പ്രകടനവും 1938 നടന്നിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും ഇയറാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്താണ് ഉത്തരവാദ ഭരണകൂടം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഭരണകൂടത്തെയാണെന്ന് പറയുന്നത് ഉത്തരവാദ ഭരണകൂടം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം 1891 മലയാളി മെമ്മോറിയൽ വരുന്നത് അല്ലേ. 1891 മലയാളി മെമ്മോറിയൽ വരുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. ജി പി പിള്ളയാണല്ലേ ഇത് സമർപ്പിക്കേണ്ട. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് നമുക്കറിയാം 1896 എന്തായിരുന്നു? അപ്പോൾ 1896 ഈഴവ മെമ്മോറിയൽ വരുന്നത് അല്ലേ. ഡോക്ടർ പൽപ്പു ആണ് ഇത് നിവേദനം സമർപ്പിക്കുന്നത്. കേഴ്സൺ പ്രഭുവിനാണെന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നീട് 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1921 ഒറ്റപ്പാലത്ത് വെച്ച് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നു. നമ്മൾ പറഞ്ഞു ടി പ്രകാശമായിരുന്നു അതിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1.25 കോടി മലയാളികളുടേതാണ് EMSൻ്റേതാണ്. 1.25 കോടി മലയാളികൾ EMSൻ്റേതാണ്. പിന്നെ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടക്കുന്നുണ്ട് തൃശ്ശൂർ 1947 ഏപ്രിലാണ്. അത് പഠിച്ചു വെച്ചിരിക്കുക. 1947 ഏപ്രിലിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്നുണ്ട് ഐക്യ കേരള സമ്മേളനം നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചിട്ട് തിരുവ് കൊച്ചി സംയോജനം വരുന്നത്. പിന്നീട് 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് അല്ലേ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ട് കേരള സംസ്ഥാനം വന്നു 1956 നവംബർ 1. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പ്രകാരമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാരാണ്? ഫസൽ അലിയാണ്. സർദാർ KM പണിക്കരും എച്ച് എൻ ഗുൻസറൊക്കെ അംഗങ്ങളായിരുന്നു എന്ന് പഠിച്ചു. മലയാളിയായിട്ടുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ്? സർദാർ KM പണിക്കരാണ്. അത് പ്രകാരമാണ് ഈ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പൂരിപ്പിക്കണം കേട്ടോ. മനസ്സിലായിട്ടുണ്ടെന്ന് ഇതാക്കണല്ലോ. ഈ ഒരു ചാപ്റ്റർ ഇത്രയും പറയുന്നുള്ളൂ. VT ഭട്ടതിരിപ്പാടിൻ്റെ ഇതാണ്. VT ഭട്ടതിരിപ്പാട് ഏതാണ്? EMS. ഓക്കെ. പിന്നെ വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ. നമുക്ക് കറക്റ്റ് ചെയ്യും ഒക്കെ തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഏതാണ് വരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ടൊക്കെ ചാപ്റ്റർ ഞാൻ പിന്നീട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നമുക്ക് ഈ ഒരു 10th പ്രിലിംസ് എക്സാമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.